Exodus 34:28. So he was there with the Lord 40 days and 40 nights. He neither ate bread nor drank water. And he wrote on the tablets the words of the covenant, the 10 commandments. അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും ദൈവത്തോടു കൂടിയായിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിൻ്റെ വചനങ്ങളെ പലകയിൽ എഴുതി കൊടുത്തു. The fast of Moses is not just an act of abstinence but a sacred encounter. മോശയുടെ നോമ്പും ഉപവാസവും ദൈവികമായ അഭിമുഖമായിരുന്നു. For 40 days and nights Moses remained on the mountain face to face with the glory of God. ദൈവത്തിൻ്റെ മഹത്വവുമായി മുഖാമുഖം ഇരുന്നുകൊണ്ട് 40 പകലും 40 രാവും മോശ സീനായ് പർവ്വതത്തിൽ വസിച്ചു. He ate nothing, he drank nothing, only communed with the divine. മോശ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും ദൈവവുമായിട്ടുള്ള നിത്യ സംസർഗത്തിൽ ആയിരുന്നു. In this extraordinary fast, Moses was emptied of the world and filled with the word. ഈ നിത്യ സംസർഗത്തിൽ മൂശ ദൈവത്തിൻ്റെ വചനത്താൽ നിറയപ്പെടുകയാണ്. He returned not only with the law but with a face that shone with light. ദൈവം എഴുതി കൊടുത്ത നിയമത്തിൻ്റെ കൽപ്പനകൾ കയ്യിലേന്തിക്കൊണ്ട് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ്റെ മുഖം ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞു. This is the aim of our Lenten journey. Fasting is not a diet, it's a divine dialogue. നമ്മുടെ നോമ്പും ഉപവാസവും ഒരു ദൈവികമായ സംഭാഷണമാണ്, അഭിമുഖമാണ്. It is climbing the mountain of prayer, entering the cloud of mystery, and allowing God to inscribe His law on the tablets of our hearts. പ്രാർത്ഥന എന്ന പർവ്വതത്തിലേക്ക് നാം ആരോഹണം ചെയ്ത് ദൈവമഹത്വത്തിലേക്ക് നാം പ്രവേശിച്ച് ദൈവത്താൽ നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി അവൻ്റെ നിയമത്തെ ദൈവം തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതുക എന്നുള്ളതാണ്. We are reminded that transformation comes not only by effort but by presence, God's holy presence. നമ്മുടെ പ്രയത്നം കൊണ്ടല്ല നമുക്ക് രൂപാന്തരം ലഭ്യമാകുന്നത്, സാന്നിധ്യം കൊണ്ടാണ്, ദൈവത്തിൻ്റെ വിശുദ്ധമായ സാന്നിധ്യം കൊണ്ട്. Let us fast like Moses, not only from food but from distraction. ഈ നോമ്പുകാലം നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് മാത്രം ഉപവസിച്ചാൽ പോരാ, തിന്മയിൽ നിന്നും നമ്മുടെ ശ്രദ്ധ ദൈവത്തിൽ നിന്ന് മാറ്റുന്ന എല്ലാത്തിൽ നിന്നും നമുക്ക് ഉപവസിക്കാം. May we emerge from Lent with faces radiant with grace and hearts engraved with love. ഈ നോമ്പിൽ ദൈവകൃപയാൽ നമ്മൾ നിറയട്ടെ, ദൈവസ്നേഹത്താൽ നമ്മുടെ ഹൃദയം നിറയട്ടെ, ദൈവപ്രകാശം നമ്മുടെ മുഖത്ത് ശോഭിതമാകട്ടെ. For those who seek God with hunger and thirst will be filled. ദൈവത്തിന് വേണ്ടി വിശക്കുന്നവനും ദാഹിക്കുന്നവനും തൃപ്തിപ്പെടും. ദൈവം അവരെ തൻ്റെ സാന്നിധ്യം കൊണ്ട്, തൻ്റെ സ്നേഹം കൊണ്ട്, തൻ്റെ കൃപ കൊണ്ട് തൃപ്തിപ്പെടുത്തും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.